ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് ക്യാപ്പുച്ചീനോ. ഇന്ന് രാവിലെ ഹസ്ബൻഡിന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത് ഈവൻ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു കോഫിയാണ്. ഈ കോഫി ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ക്യാപ്പുച്ചീനോ. നിങ്ങൾ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുന്നു മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഗ്രീറ്റിംഗ്സ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഹലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാപ്പുച്ചീനോ ഉണ്ടാക്കിയെടുത്താലോ. ഞാനിവിടെ ബ്രൂ കോഫി പൗഡർ, പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടീ കപ്പിലേക്ക് ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡബിൾ ക്വാണ്ടിറ്റിയാണ് പഞ്ചസാര എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. പഞ്ചസാരയും വെള്ളവും കോഫി പൗഡറും ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം കൈ വെച്ചിട്ട് എത്ര സ്പീഡിൽ മിക്സാക്കി എടുക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ മിക്സാക്കി എടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. സ്പീഡ് കുറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ വളരെ സ്പീഡിൽ ഇതുപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. ഈ പഞ്ചസാരയുടെ ആ ഒരു തരികളുണ്ടല്ലോ, അത് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് പതഞ്ഞിട്ട് വരണം. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ഒക്കെ വരത്തില്ലേ കേക്കിൻ്റെ, അതുപോലെ നല്ല ക്രീമായിട്ട് വരുമ്പോഴത്തേക്കും ലൈറ്റ് ഒരു ക്രീം കളറിൽ വരും ഈ ഒരു മിക്സ്. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ലൂസായിട്ടല്ല ഇരിക്കുന്നത്. നന്നായിട്ട് സ്പീഡിൽ ഇളക്കി കഴിയുമ്പോൾ ആ പഞ്ചസാരയുടെ ചെറിയ ചെറിയ തരികളുണ്ട്, ആ തരികൾ കൂടി ഒന്ന് അലിഞ്ഞിട്ട് വേണം വരാനായിട്ട്. ആ ഒരു ക്രീം കളറിൽ നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഇളക്കാൻ പറ്റാത്ത അത്രയും തിക്കായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ തരികളുണ്ട്, അതൊന്നുകൂടെ ഒന്ന് അലിഞ്ഞു വന്നാൽ മതി. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. എങ്കിലും ആ ഒരു കോഫി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഇനി ബ്ലെൻഡർ വെച്ചിട്ട് എങ്ങനെ റെഡിയാക്കാമെന്ന് കാണിച്ചു തരാം. സെയിം നേരത്തെ എടുത്ത അതേ അളവ് തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡറും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ഒരുപാട് വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ ക്രീം പോലെ വരത്തില്ല. ഒരു 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആ പഞ്ചസാരയും കോഫി പൗഡർ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇനി ഞാൻ ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബീറ്ററിൻ്റെ ഏറ്റവും സ്പീഡ് കൂടുതലിട്ടിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. 1 to 5 അല്ലേ സ്പീഡുള്ളത്. അപ്പോൾ 5 വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. നല്ല പതഞ്ഞിട്ട് വരും. കണ്ടത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ വെള്ളം കൂടി പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ആ ഒരു മിക്സ് കിട്ടാനായിട്ട്. നല്ലൊരു ക്രീം കളറിൽ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാപ്പുച്ചീനോയുടെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ക്യാപ്പുച്ചീനോയുടെ മിക്സ്. മറ്റേ ചെറിയ കപ്പിലുള്ളത് നമ്മൾ കൈ വെച്ചിട്ട് റെഡിയാക്കിയത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, ഇച്ചിരി ഒരു ലൂസായിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടി സമയം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെപ്പോഴും ക്യാപ്പുച്ചീനോയ്ക്ക് പാല് തിളപ്പിക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാത്ത പാല് വേണം എടുക്കാനായിട്ട്. എങ്കിലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പുച്ചീനോ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് ചൂടായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തണുപ്പിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ കോൾഡ് കോഫി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ചൂട് പാല് കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു കോഫി റെഡിയാക്കി എടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഞ്ചസാര നേരത്തെ ചേർത്തത് കൊണ്ട് തന്നെ കണ്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കുറുകി വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിൽ ചെറുതായിട്ട് ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാപ്പുച്ചീനൊക്കെ നന്നായിട്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ നല്ല ആർട്ടൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തോളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ക്യാപ്പുച്ചീനോ വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. രാവിലെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് തിരക്കുകളായിപ്പോയി. എഡിറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം പോയി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് രമ്യാസ് കുസിൻ വേൾഡ്. ടേക്ക് കെയർ. ബൈ.